ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ശ്രീ. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റഡി ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആവട്ടെ, നിങ്ങളൊരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആവട്ടെ, ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആവട്ടെ, സ്റ്റഡി ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ടിപ്സ് നിങ്ങളുടെ അക്കാദമിക് ജേർണിയിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നും ഡിസ്ട്രാക്ഷൻസ് മിനിമൈസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി സെഷൻസിനെ മാക്സിമൈസ് ചെയ്യാമെന്നും നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇഫക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് കൂടുതൽ നേരം കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് പറ്റണം. പക്ഷേ പലർക്കും അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. നമ്മൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ഹാബിറ്റ് ഓഫ് മെഡിറ്റേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നാം. പക്ഷേ സിമ്പിളായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നമുക്ക് മെഡിറ്റേഷൻ നമ്മുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് പല പല കാര്യങ്ങളും വരാം. ഇത് നമ്മുടെ സ്റ്റഡീസിനെ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡീസിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന തോട്ട്സിനെ എങ്ങനെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാമെന്നാണ് ഈ ഒരു ടിപ്പിൽ പറയുന്നത്. നമ്മുടെ മൈൻഡിലേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പേപ്പറിലേക്ക് നമുക്ക് എഴുതി വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നതെങ്കിൽ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് എഴുതാം. പലപ്പോഴും നമ്മൾ അവെയറല്ല എന്തൊക്കെ തോട്ട്സാണ് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാകും ഈ തോട്ട്സൊക്കെയാണ് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതെന്ന്. നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന തോട്ട്സിനെ പേപ്പറിലേക്ക് എഴുതുന്ന വഴി അതിനൊരു ഫിസിക്കൽ തിങ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ തോട്ട്സാണ് നമ്മളെ സ്റ്റഡീസിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതെന്നും അതിൽ നിന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ സ്റ്റഡീസിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന മറ്റു പല ഡിസ്ട്രാക്ഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ തോട്ട്സിൻ്റെ കാര്യമാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. ഇനി നമുക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസും വരാം. നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, അങ്ങനെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരാം. ഇപ്പോൾ എല്ലാവരും തന്നെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നവരാകും സ്റ്റുഡൻസിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്തും പല PDF ഫയൽസും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മൊബൈലിൽ നോട്ടിഫിക്കേഷൻസ് വരിക. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഫോൺ എടുക്കും. പിന്നെ നമ്മൾ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുക, യൂട്യൂബിൽ ഷോർട്സ് വീഡിയോസ് കാണുക. ഇങ്ങനെ നമ്മൾ സ്റ്റഡീസിൽ നിന്ന് നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡിവൈസസിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന റൂമിൽ നിന്ന് തന്നെ ഈ ഒരു മൊബൈൽ ഫോൺസൊക്കെ മാറ്റി വയ്ക്കാം. നമ്മൾ പഠിക്കുന്ന റൂമിൽ വെക്കാതെ വേറൊരു റൂമിൽ നമുക്ക് മൊബൈൽ ഫോൺസ് വെക്കാം. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. സൈലൻറ്റ് മോഡിലേക്ക് ഇടാം. അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് എയ്റോപ്ലെയിൻ മോഡിലേക്ക് ഒക്കെ നമുക്ക് നമ്മുടെ ഫോൺ വെക്കാം. ഇങ്ങനെ നമുക്ക് കൂടുതൽ സമയം സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മൊബൈൽ ഫോൺസ് എങ്ങനെ നമ്മുടെ കോൺസെൻട്രേഷനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കിയാലോ. അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്സാണ് ഫോറസ്റ്റ്, സ്റ്റഡി ബണ്ണി, ഇങ്ങനെയുള്ള കുറച്ച് ആപ്സൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആപ്സാണ്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആപ്സൊക്കെ യൂസ് ചെയ്താൽ നമുക്കതൊരു ടൈമർ പോലെ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ആപ്സിലേക്കും സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോൺ വേറൊരു പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഇങ്ങനെ നമുക്ക് സ്റ്റഡീസിൽ കൂടുതൽ നേരം ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിലെ ഫോക്കസ് മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്താൽ സ്റ്റഡീസിൽ കൂടുതൽ നേരം ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു ടിപ്പാണ് പഠിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഒരു സ്റ്റഡി സെഷൻ കഴിയുമ്പോൾ നമുക്ക് നോക്കിയറിയാം നമ്മൾ എത്ര എഫക്റ്റീവായിട്ടിരുന്ന് പഠിച്ചു, നമ്മൾ എത്ര നേരം കോൺസെൻട്രേറ്റ് ചെയ്തു, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ തവണ സ്റ്റഡി സെഷൻ കഴിയുമ്പോഴും നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് അൺനെസസറി ആയിട്ട് മൊബൈൽ ഫോൺസ് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെ കൂടുതൽ നേരം നമുക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്ര സമയം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പായിട്ട് ടൈമർ ഓൺ ചെയ്യുക. അങ്ങനെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ആ ഒരു മൊമെൻറ്റ് വരെ ടൈമർ ഓണാക്കി വെക്കുക. ഇങ്ങനെ എത്ര സമയം നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠിക്കാൻ പറ്റുമോ ആ ഒരു ടൈമായിരിക്കും നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ടൈമർ ഓണാക്കി
15 മിനിറ്റ്സ് ഡിസ്ട്രാക്റ്റഡ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ചു. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് 15 മിനിറ്റ്സ്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് സ്റ്റഡി സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഓരോ 15 മിനിറ്റ്സ് കഴിയുമ്പോഴും 5 മിനിറ്റ്സ് വീതം ബ്രേക്ക് എടുത്ത് ഒരു 6 സ്റ്റഡി സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് പോവുക. ഇങ്ങനെ 1 വീക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെഷൻ്റെ ആ ഒരു ലെങ്ത്ത് കൂട്ടാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു ലോങ് റണ്ണിൽ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ സ്റ്റഡി സെഷൻസ് കഴിയുമ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ബ്രേക്ക് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ളത്. ഈ ബ്രേക്കിൻ്റെ സമയം നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാനോ ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ടൈമല്ല. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ പഠിക്കുന്ന സ്പേസിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിളിലോ ഒക്കെയുള്ള പ്ലാൻസ് ഒക്കെ ഒന്ന് വാട്ടർ ചെയ്യുമോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കാനുള്ള ഒരു ടൈമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റഡി ബ്രേക്കിനെ എടുക്കാം. എത്രമാത്രം സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ സ്റ്റഡി സെഷൻസ് ഡിസൈഡ് ചെയ്യുന്ന വഴി നമ്മുടെ ബ്രെയിനിന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്റ്റഡി സ്പേസ് വളരെ ഡെക്കറേറ്റീവായിട്ടും ഒക്കെ വയ്ക്കാൻ ഇഷ്ടമാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ നേരെ മുൻപിലുള്ള വോള് എപ്പോഴും ക്ലിയർ ആയിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഒരുപാട് ഡെക്കറേഷൻസ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം, അത് നമ്മളെ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആക്കാനായിട്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറക്റ്റ് ഫോക്കസ് വരുന്ന ഒരു വോള് ക്ലിയർ ആക്കി വയ്ക്കാനും, നമുക്ക് ഡെക്കറേഷൻസ് അങ്ങനെയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിക്കുന്നതിൻ്റെ സൈഡിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. ഇങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റഡി ഏരിയ ഡെക്കറേറ്റീവായിട്ട് വെക്കാനും പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയ ക്ലീൻ ആൻഡ് മിനിമലായിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ സ്റ്റഡി ടിപ്സൊക്കെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റഡീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.